അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇറ്റ്സ് മീ ഡെവിൽ ബോയ് ഗെയിമേഴ്സ്. ആൻഡ് ഗൈസ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. ഹൗ ടു ബിക്കം എ പ്രോ പ്ലെയർ ഇൻ മൈൻക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ ഒരൊറ്റ വീഡിയോ കണ്ടിട്ട് പ്രോ പ്ലെയർ ഉറപ്പായിട്ടാവും. അഥവാ ആയാൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മളൊരു പ്രോ പ്ലെയറിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടിയ 3 കാര്യങ്ങളാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോണേ. അപ്പോൾ ആ 3 കാര്യത്തിലൊരു കാര്യം PvP, പിന്നെ രണ്ടാമത്തെ കാര്യം വരുന്നത് ബ്രിഡ്ജിങ്, ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വരുന്നത് ലാസ്റ്റ് പറയുള്ളൂ. ഓക്കെ, ഒക്കെ റെഡി. പക്ഷേ നമ്മളെ സെറ്റിങ്സ് റെഡി അല്ലേ, പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ നമ്മളെ സെറ്റിങ്സിൽ വരുന്നത് നമ്മുടെ FOV വരുന്നത് ഒരു 82 വരും FOV. അപ്പോൾ പിന്നെ എൻ്റെ കൺട്രോൾ വരുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെൻഡർ ക്ലൗഡ് പിന്നെ അങ്ങനത്തെ കുറേ വേണ്ടാത്ത കുറേ ഓണാണ്. പിന്നെ FOV ക്യാൻ ഇൻ ഗെയിം പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരിതുണ്ട്, അതൊരിക്കലും ഓഫാക്കരുത്. അത് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ FOV വർക്ക് ചെയ്യില്ല. അപ്പോൾ പിന്നെ ബാക്കി നമുക്ക് പറയാം. ആൻഡ് നമ്മളെ PvPയിൽ തന്നെ 2 തരം PvPs ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കോംബോ PvP ആണ്, അതിൻ്റെ അകത്ത് രണ്ടാമത്തത് നോർമൽ PvP ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളെ നോർമൽ PvP എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് PvP ചെയ്യണത് അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആ വീഡിയോ കാണാൻ കഴിയും. അപ്പോൾ അതേമാതിരി തന്നെയാണ് നമ്മൾ നോർമൽ PvP. പിന്നെ കോംബോ PvP ആണ്. കോംബോ PvP എന്ന് വെച്ചാൽ ചെക്കനെ പിടിച്ചങ്ങോട്ട് എയറിൽ കയറ്റുക, അത്ര തന്നെ. എൻ്റെ ഇപ്പോൾ ഇത് പറഞ്ഞു തന്നിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CPS കോംബോ PvP ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ CPS 20 മുകളിലേക്കാണ്. അപ്പോൾ 20 CPS എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെക്കൻഡിൽ സ്ക്രീനിൽ എത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്യാൻ കഴിയുമോ അതാണ് നിങ്ങളെ CPS എന്ന് പറയുന്നത്. CPS കൂട്ടാനുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ കഴിയണതും കൈ ഇങ്ങനെ സ്ട്രെച്ചൊക്കെ ചെയ്തുകൊണ്ട് കളിക്കുന്നതായിരിക്കും അത്രയും നല്ലത്. അപ്പോൾ അതൊക്കെ ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CPS കൂട്ടാൻ കഴിയും. അപ്പം നിങ്ങൾക്ക് കോംബോ PvP ഇതാണ് പോസിബിളാണ്. അപ്പോൾ എന്താ പറയുക, PvP നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അല്ലേ വേണ്ട, ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കണം എന്നല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബുകാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് ബാൻ ചെയ്യുക. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്. 2 പ്രാവശ്യം ഓൾറെഡി ബാൻ അയക്കണം ഈ മാസം തന്നെ. അതിനെക്കൊണ്ട് ഇനി 1 പ്രാവശ്യം കൂടി ബാൻ അയക്കണേ ചിലപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിനെക്കൊണ്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടോളാം. അതാകുമ്പോൾ പിന്നെ പിടിക്കില്ലല്ലോ. എങ്ങനെയുണ്ട്? ആൻഡ് അതൊക്കെ പോട്ടെ, എന്തായാലും ഒക്കെ പോട്ടെ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിന്നെ അതന്നെ പറയണേ, കമൻറ്റ് ബോക്സിൽ ഞാൻ പിന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പോൾ ഗൈസ് PvPയിൽ തന്നെ വരുന്നത് ഫസ്റ്റ് വൺ വരുന്നത് എയിമിംഗ് ആണ്. അപ്പോൾ ഗൈസ് എയിമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സെർവറിൽ ഞാൻ തന്ന വേൾഡിൻ്റെ അകത്ത് ഞാൻ തന്നിട്ടുണ്ട് എയിമിങ്ങിൻ്റെ. പിന്നെ വരുന്ന സെൻസിറ്റിവിറ്റി നിങ്ങളൊരു പ്രോ ആണെന്നുണ്ടെങ്കിൽ 50 കൂടുതൽ ഇട്ട് കളിച്ചോ, ഇല്ലെങ്കിൽ എൻ്റെ പേര് നൂബൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 50 കുറവിട്ട് കളിച്ചോ. അല്ല, ഞാനപ്പോൾ 50 ഇട്ട് കളിക്കണം. അപ്പം ഞാനാരാ? എന്നാലും കുഴപ്പമില്ല, പകുതി നൂബും പകുതി പ്രോ ആണെന്ന് വിചാരിച്ചാൽ മതി. ഒക്കെ പോട്ടെ. അടുത്തത് വരുന്നത് പിന്നെ നമ്മളെ CPS ട്രാപ്പിംഗ് ആണ്. അപ്പോൾ നമുക്ക് പിന്നെ അടുത്തത് നെക്സ്റ്റ് ഇത് വരുന്നത് നമ്മുടെ ബ്രിഡ്ജിങ് ആണ്. ദെൻ ഓഫ് കോഴ്സ് ബ്രിഡ്ജിങ്ങിന് നിങ്ങൾ ഒരിക്കലും PvPയും ബ്രിഡ്ജിങ്ങും ഒരിക്കലും നിങ്ങൾ സെർവറിൽ പ്രാക്ടീസ് ചെയ്യരുത്. അതിനായിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈൻ മാപ്പ് വേണം. അത് ഞാൻ പിന്നെയും പറയുന്നുണ്ട്. ഓഫ്ലൈൻ മാപ്പ് എൻ്റെ കമൻറ്റ് ബോക്സിൽ പിന്നെ അത് കൊടുത്തിക്കണ്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ എന്താ പറയുക, കുറച്ച് നൂബാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ സെർവറിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യരുത്. നേരെ ഓഫ്ലൈൻ മാപ്പിൽ തന്നെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ പ്രാക്ടീസിങ് മാപ്പ് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നിങ്ങൾ ഇതിലില്ലേ എന്നാൽ ഞാൻ കമൻറ്റ് ബോക്സിൽ തന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതാ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് എത്തുക. അവിടെ ഉണ്ടാവും ഡൗൺലോഡ് വേർഷൻ 4 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് നമ്മളെ ബ്രിഡ്ജിങ് ആണ്. പിന്നെ വരുന്നത് പാർക്കോർ. പിന്നെ നമ്മൾ മറ്റേ കോംബോ ചെയ്യുമ്പോൾ ഒരു തരം ബ്രിഡ്ജിങ്ങില്ല, ടീൽ വർക്ക് ബ്രിഡ്ജോ അങ്ങനത്തെ ഓരോ ബ്രിഡ്ജിങ് ഒക്കെ ഉണ്ട്. പിന്നെ വരുന്നത് പിന്നെ എൻട്രപ്പർ ക്ലച്ചസ് ആണ് പിന്നെ വരുന്നത്. പിന്നെ PvPൻ്റെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്ത് കളിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡൗൺലോഡ് വേർഷൻ 4 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ
ബാക്ക്ഗ്രൗണ്ടിലുള്ളതാ ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. അപ്പോൾ അതിൻ്റെ അകത്ത് അവിടെ ഉണ്ടാവും ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു മീഡിയ ഫയൽ കിട്ടും. ആ മീഡിയ ഫയലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഫയൽ ഇസ് ഡൗൺലോഡിങ് എന്ന് പറഞ്ഞിങ്ങാണ്ട് ഇതാവും. അതിൻ്റെ അകത്തുണ്ടാവും ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ്സ് പോയിക്കുന്നത് അതവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക സെഡ് ആർച്ചീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് വേണം എന്തായാലും. അപ്പോൾ സെഡ് ആർച്ചീവിൽ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫയലിൽ ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഫയലിൽ ചെയ്തോ, വലിയ കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് അറിയാം, പക്ഷേ ഞാൻ എന്നാലും സെഡ് ആർച്ചീവിലാണ് ചെയ്യണം, കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് തന്നെ ഡൗൺലോഡ്സിലേക്ക് വരിക. അവിടുന്ന് ആ ഫയൽ കണ്ടുപിടിച്ച് ഒരു ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ റിനെയിം ഉണ്ടാവും. റിനെയിം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആ ഡോട്ട് സിപ്പ് എന്നുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരും അതിൻ്റെ സൈഡിലായിട്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ എന്നുണ്ടാവും. ആ വ്യൂവിൻ്റെ സൈഡിലുണ്ടാവും ഇങ്ങനെ ഒരു ആരോ മാർക്ക്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മളെ വേണ്ടിയ ഇത് സെലക്ട് ചെയ്യാൻ പറയാം. അതിൻ്റെ അകത്തുണ്ടാവും മൈൻക്രാഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ. മൈൻക്രാഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ആപ്പിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എന്താ പറയുക മൈൻക്രാഫ്റ്റ് ഉപയോഗിക്കുക, ലോക്കി ക്രാഫ്റ്റ് ഉപയോഗിക്കുക, ആണെന്നുണ്ടെങ്കിൽ ക്യൂബ് ക്രാഫ്റ്റ് അങ്ങനത്തെ എല്ലാ ഗെയിമിലും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് വൺസ് അടിക്കുക, നിങ്ങൾ ആ വേൾഡിൽ കയറുക, നിങ്ങൾ കളിക്കുക. അപ്പോൾ ബ്രിഡ്ജിങ് അങ്ങനെയും പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ബ്രിഡ്ജിങ് എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രിഡ്ജിങ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇതുണ്ട് ബ്രിഡ്ജിങ്ങിന്. 4 തരം ബ്രിഡ്ജിങ് ഉണ്ട് ബ്രിഡ്ജിങ്ങിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ബ്രിഡ്ജിങ് വരുന്നത് ഫാസ്റ്റ് ബ്രിഡ്ജിങ് ആണ്. ആൻഡ് സെക്കൻഡ് ബ്രിഡ്ജിങ് വരുന്നത് നമ്മുടെ മൈക്കിൾ ജാക്സന്റെ മൂൺ വാക്ക് ബ്രിഡ്ജാണ്. പിന്നെ വരുന്നത് നോർമൽ ബ്രിഡ്ജ്, പിന്നെ വരുന്നത് എന്താ പറയുക സ്ലോ ബ്രിഡ്ജ്. ഈ 4 ബ്രിഡ്ജസാണ് നമ്മൾ ഓൾറെഡി മൈൻക്രാഫ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിലും കൂടുതലുണ്ടാവും, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. അതിനെക്കൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം 4 പറഞ്ഞു തരുന്നുള്ളൂ. അപ്പോൾ ഈ 4 നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതിൻ്റെ മാത്രം പറഞ്ഞു തരുന്നുള്ളൂ ഫാസ്റ്റ് ബ്രിഡ്ജ്. ബാക്കി സമയമില്ല എനിക്ക്. ഇപ്പം തന്നെ വീഡിയോ നല്ല ലോങ് ആയിക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഫാസ്റ്റ് ബ്രിഡ്ജ് പറഞ്ഞുതരാം. ഫാസ്റ്റ് ബ്രിഡ്ജ് വരുന്നത് നമ്മൾ 4 ബ്ലോക്സ് ഇല്ലേ, അതിൻ്റെ 4 ബ്ലോക്സിൻ്റെ ഏറ്റവും അറ്റത്തേക്ക്, എന്നിട്ട് 4 ബ്ലോക്സ് കഴിഞ്ഞിട്ട് ഒരു 4 ബ്ലോക്സ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബ്ലോക്ക് ഉണ്ടാവില്ല അറ്റത്ത്. ആ അറ്റത്ത് നമ്മളെ ഈ ഇതുണ്ടാവില്ല, ഈ പ്ലസ് നമ്മളെ ഈ എയിം അത് വെച്ചങ്ങാണ്ട് നമ്മുടെ ഈ പ്ലസ് ബട്ടണും പിന്നെ കൂടെ നമ്മുടെ ജോയിസ്റ്റിക്കും കൂടി ഒപ്പരം ഇതാക്കണം, ജോയിസ്റ്റിക്ക് മുന്നോട്ടാക്കണം. അല്ലെങ്കിൽ എന്താ പറയുക മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോന് ഫസ്റ്റ് പറഞ്ഞില്ലേ, മൂന്നാമത്തെ ടിപ്പ് ഞാൻ ലാസ്റ്റിലേക്ക് തരുള്ളൂ. ആ ടിപ്പാണ് പ്രാക്ടീസ്. യെസ് ബ്രോ, പ്രാക്ടീസ് ഇല്ലാതെ ഒരാൾ ഒരിക്കലും പ്രോ ആവാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ എത്ര വീഡിയോ ആണെങ്കിലും കണ്ടോ, വിത്തൗട്ട് പ്രാക്ടീസ് നിങ്ങൾ ഒരിക്കലും പ്രോ ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാപ്പ് തന്നിക്കണം. ആ മാപ്പിൽ പോയിട്ട് കഴിയുന്നതും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ടിപ്സിൻ്റെ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെക്കൊണ്ട് എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. എന്നാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാതെ നിൽക്കുമ്പോൾ ബായ് പറയാൻ പറ്റേ. എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ചോദിച്ചിരുന്നു ഞാൻ ഏത് സെർവറിലാണ് കളിക്കൽ. സെർവറിൻ്റെ പേര് നെതർ ഗെയിംസ് എന്നാണ്. അപ്പോൾ സെർവറിൻ്റെ IP പോർട്ട് ഞാൻ സ്ക്രീനിൽ തരുന്നുണ്ട്. അപ്പം ബായ്.